പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്ഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൻ്റെ, അതായത് രണ്ടാം ഭാഗത്ത് നിന്നുള്ള സന്ദേശമാണ്. അപ്പോൾ ആദ്യം തന്നെ അറിയിക്കട്ടെ, കരുണയുടെ അവസാന മണിക്കൂർ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കോപ്പികളേ ഉള്ളൂ. ഓൾറെഡി ഒരു 200 കോപ്പികളോളം അതിനടുത്ത് എനിക്ക് തോന്നുന്നു കൊടുത്തു കഴിഞ്ഞു. ബാക്കി കുറച്ച് കോപ്പികളേ ഉള്ളൂ. ഇത് ഇനി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തമായ വിവരണമാണ് സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ ആഴ്ചകൾ സംഭവിച്ച കാര്യം 2024 തന്നെ ഈശോ ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. സോ അതിലോട്ട് പോയതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with the prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sticut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ പറയുമ്പോൾ വരെ കരുണയുടെ അവസാന മണിക്കൂർ രണ്ടാം ഭാഗത്തിലെ 56ാമത്തെ സന്ദേശം. ഇന്ന് നമ്മൾ 2-3 സന്ദേശങ്ങളെ പറ്റി കേൾക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി പറയാനാണ്. അപ്പം 3 രോഗങ്ങളെ പറ്റിയിട്ട് ഈശോ പറയുന്നുണ്ട്. അതിൻ്റെ ഹെഡിങ് തന്നെ 3 രോഗങ്ങൾ, അതായത് ഒരേ സമയത്ത് 3 രോഗങ്ങൾ പടർന്നു പിടിക്കും. ഇതാണ് ഈശോ പറയുന്നത്. പ്രിയ മക്കളെ, വരാനിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് കുഷ്ഠരോഗത്തിൻ്റെ ഒരു വകഭേദമായിരിക്കും. വൈറസ് മൂലമുള്ള ഈ രോഗം വേദനാകരമായിരിക്കും. കാരണം തൊലിപ്പുറത്തുണ്ടാകുന്ന കുരുക്കൾ പഴുക്കുകയും അത് ശരീരത്തിലെങ്ങും വ്യാപിക്കുകയും ചെയ്യും. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഒരേ സമയം 3 രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാനിരിക്കുന്നു. ഒന്ന്, കുഷ്ഠരോഗത്തിൻ്റെ വകഭേദമായ ഈ രോഗം. രണ്ടാമത്തേത്, ഇതിനു മുൻപുണ്ടായിരുന്ന മഹാമാരിയുടെ അടുത്ത ആക്രമണം. അപ്പോൾ ഇതിനു മുൻപുണ്ടായിരുന്ന മഹാമാരിയുടെ അടുത്ത ആക്രമണം എന്ന് പറയുമ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന മഹാമാരി ഏതാണെന്ന് നമുക്കറിയാം. സോ അത് തന്നെ വീണ്ടും വരും എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതാകട്ടെ എലികൾ പരത്തുന്ന ഒരു രോഗവും ആയിരിക്കും. അപ്പം നമുക്കറിയാം, ഇന്ന് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, എലി മൂലം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗം, ഹാൻഡ വൈറസ്. അതിനെപ്പറ്റിയാണോ ഈശോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇത് വായിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സംശയം തോന്നാവുന്നതാണ്. 59ാമത്തെ സന്ദേശം ആ എലികൾ പരത്തുന്ന രോഗത്തെക്കുറിച്ച് മാത്രമുള്ള സന്ദേശമാണ്. എലികൾ പരത്തുന്ന രോഗം. നിങ്ങൾക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള യാത്രകൾ അസാധ്യമാകും വിധം മറ്റു വൈറസുകളുടെ ആക്രമണവും മനുഷ്യരാശിയെ സമീപിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരു ഗുരുതര രോഗം വരാനിരിക്കുന്നത് എലികൾ പരത്തുന്ന ഒന്നാണ്. മനുഷ്യരുടെ അശ്രദ്ധ മൂലം ആ രോഗം അനേകം രാജ്യങ്ങളിലേക്ക് വ്യാപിക്കും. കൊതുകും എലിയും കൂടാതെ വൈറസുകളും പരത്തുന്ന ഒരു രോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കാനും അതനുസരിക്കാനുമുള്ള കൃപ ലഭിക്കാനായി എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഇതാ മനുഷ്യർക്ക് ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകത്തക്ക വിധത്തിൽ പല പ്രാണികളും കീടങ്ങളും വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ടുവരാനിരിക്കുന്നു. അതുകൊണ്ട് ഗുഡ് സമരിറ്റൻ ഓയിൽ തയ്യാറാക്കി സൂക്ഷിച്ചു വെക്കാൻ തിടുക്കം കൂട്ടുക. ഗുഡ് സമരിറ്റൻ ഓയിൽ, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുള്ളത്. പിന്നെ മറ്റൊരു സന്ദേശം പറയുന്നത് 153ാമത്തെ സന്ദേശം. സന്ദേശത്തിൽ പറയുന്നത് ഹെഡിങ് മുന്നറിയിപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് എന്നാണ്. മക്കളെ, നിങ്ങൾ ചെയ്ത നിരവധിയായ പാപങ്ങൾ ഓർത്ത് അനുതപിക്കുകയും ദൈവത്തോട് പാപപുറത്ത് യാചിക്കുകയും ചെയ്യുക. നിങ്ങൾ നടത്തിയ ദൈവനിന്ദയ്ക്കും പിശാചിനോടും നിങ്ങൾ പ്രകടിപ്പിച്ച അടുപ്പത്തിനും പ്രമാണങ്ങളോടും സഭയുടെ കൂദാശകളോടും നിങ്ങൾ കാണിച്ച അനുസരണക്കേടിനും ദൈവത്തിൽ നിന്ന് പാപപുറത്ത് യാചിക്കുക. വിശുദ്ധഗ്രന്ഥത്തിലെ പ്രബോധനങ്ങൾ അനുസരിക്കാത്തതിനെ ഓർത്തും പാപപുറത്ത് യാചിക്കുക. എല്ലാറ്റിനും പാപമോചനം യാചിക്കുകയും വരാനിരിക്കുന്ന രോഗങ്ങളെ നേരിടാനായി സ്വയം ഒരുങ്ങുകയും ചെയ്യുക. നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടു കഴിഞ്ഞു, എങ്കിലും നിങ്ങളത് അനുസരിക്കാൻ വിസമ്മതിക്കുന്നു. ഇതാ അവസാനമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ഒരുങ്ങുക. അപ്പോൾ ഈശോ പറയുകയാണ്, ഈ ഒരുക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
പാപങ്ങളോർത്ത് അനുദപിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരു 6 പോയിൻ്റ് പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ്, ഈ രോഗം രോഗവാഹകരായ ജീവികളിലൂടെയാണ് വരുന്നത്. അത് വായുവിലൂടെയും ഉമിനീരിലൂടെയും പകരും. രണ്ടാമത്തേത്, അത് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. മൂന്നാമത്, അതുകൊണ്ട് ശുചിത്വം പാലിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുന്നവർ ജാഗ്രത പാലിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, അതും കഴിക്കേണ്ട രീതിയിൽ കഴിക്കുക, നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയെ കാത്തു സൂക്ഷിക്കുക. 4, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ഓരോരുത്തരിലും വസിക്കാൻ അവിടുത്തെ അനുവദിക്കുകയും ചെയ്യുക. 5, എൻ്റെ സഹനത്തോട് ചേർന്ന് കാൽവരിയിലേക്കുള്ള വഴിയെ നടക്കാത്തവർ, ഞാൻ ഉദ്ദേശിക്കുന്നത് സഹനം ഏറ്റെടുക്കാൻ മടിക്കുന്നവരെയാണ്. ആ സമയത്ത് സഹനങ്ങളെ നേരിടാൻ ബുദ്ധിമുട്ടും. അതായത് നിലവിൽ സഹനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നവർ, ഇങ്ങനെയുള്ള സഹനങ്ങൾ വരുമ്പോൾ ആ സഹനത്തെ നേരിടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന്. 6, തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും നിങ്ങളെ തന്നെ എൻ്റെ തിരുഹൃദയത്തിനും എൻ്റെ അമ്മയ്ക്കും പ്രതിഷ്ഠിക്കുകയും ചെയ്യുക. ഈ 6 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് 169 സന്ദേശം, ഹെഡിങ് രോഗം പടർന്നു പിടിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ വിമാനയാത്രയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നുമുള്ള കാര്യം മനസ്സിലിരിക്കട്ടെ. ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഉണ്ടാകുന്ന മാറ്റം വിമാനയാത്രയെ ബാധിക്കും. രോഗങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നതിനാൽ പ്രാർത്ഥിക്കുക. കൊതുക് പരത്തുന്ന ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അത് USA, മെക്സിക്കോ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. അവിടെ വിവിധ തരത്തിലുള്ള ക്ഷുദ്രജീവികളുടെ ആക്രമണത്തിൽ പലതരം രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. രോഗവാഹകരായ പ്രാണികളും കീടങ്ങളും ഉള്ളിൽ കടന്ന് രോഗങ്ങളെ സൃഷ്ടിക്കാതിരിക്കാനായി നിങ്ങളുടെ വാതിലുകളും ജനലുകളും വെന്റിലേറ്ററുകളും അടച്ചു വെക്കുക. അപ്പോൾ ആ രീതിയിലുള്ള രോഗമാണ് വരാനിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, രോഗവാഹകരായ പ്രാണികളും കീടങ്ങളും ഉള്ളിൽ കടന്ന് രോഗങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനായി നിങ്ങളുടെ വാതിലുകളും ജനലുകളും വെന്റിലേറ്ററുകളും അടച്ച് വെക്കുക എന്ന് മുന്നറിയിപ്പ് തരുന്നു. അപ്പോൾ ഇതൊന്നും ആരെയും ഭയപ്പെടുത്താനല്ല, നമ്മൾ ഒരുങ്ങിയിരിക്കാൻ നല്ലവനായ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എലികൾ പരത്തുന്ന രോഗമാണ് ഇപ്പോൾ ഹാൻഡ വൈറസ് എന്നുള്ളത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയരിബൂസ് എർ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെന്തറീസ് തു യേസൂസ് സാങ്താ മരിയ മാതർ ദൈ ഓരാ പ്രോനോബിസ് പെക്കാത്തോരിബൂസ് നൊങ്കേത്തിൻ ഓര മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവ ക്രിസ്റ്റോറെ.